നല്ലൊരു ബിരുദം, ജോലി, വിദേശത്ത് മികച്ച ജീവിതം ഇതും സ്വപ്നം കണ്ട് വിദേശത്തേക്ക് വിമാനം കയറുന്നവരാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം കുട്ടികളും. എന്നാൽ രണ്ടാം തവണ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാർ വൻ ഭീഷണിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹവുമായി US-ലെത്തിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ നാടുകടത്തുന്നതിനിടയിലും ട്രംപിന്റെ അടുത്ത ലക്ഷ്യം എന്ത് എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാം നിറവേറ്റി പൂർണ്ണതയിലെത്തുമ്പോൾ ഘട്ടം ഘട്ടമായി അടുത്ത മേഖലകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഓരോ നീക്കങ്ങളും. US-ലെ H-1B തിരിച്ചടികൾക്കിടയിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാണ്. ക്യാമ്പസിലെ വംശീയത, സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾ മുതൽ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള ജോലി അവസരങ്ങൾ വരെ അമേരിക്കൻ സർവകലാശാലകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒന്നിലധികം ആശങ്കകളാണ് നിറഞ്ഞിരിക്കുന്നത്. തൊഴിൽ തേടി വരുന്ന ജനതയെപ്പോലെ തിരിച്ചു പോകേണ്ടി വരുമോ, അതോ ജോലി എന്ന സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണോ എന്ന ഭയമാണ് വിദ്യാർത്ഥികൾ ഒന്നടക്കം പങ്കുവയ്ക്കുന്നത്. F1 സ്റ്റഡി വിസയിൽ US-ലേക്ക് പോകുന്ന ഭൂരിപക്ഷം ആളുകളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിലവിൽ US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാടുകടത്തലിന്റെ അപകട സാധ്യത നേരിടുന്നെങ്കിലും മറ്റു പല കാരണങ്ങൾ അവരുടെ മനസ്സിൽ ഒരു ഭീകരാന്തരീക്ഷമാണ് ഉയർന്നു വരുന്നത്. ട്രംപിന്റെ ഇമിഗ്രേഷൻ, വർക്ക് വിസകൾ സംബന്ധിച്ച കർശനമായ നയങ്ങൾ കാരണം US സർവകലാശാലകളിൽ പഠിക്കുന്ന നിരവധി ഇന്ത്യക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ പ്രാദേശിക നിയമന പ്രചരണ പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ MAGA ജനക്കൂട്ടത്തിന്റെ H-1B വിസ വിരുദ്ധ നിലപാടും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒന്നടക്കം പ്രതിസന്ധിയിലാക്കുന്നു. അസ്വസ്ഥമായ നോട്ടങ്ങൾ, നവനാസി ഘോഷയാത്രകൾ, കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ വരെ കഴിഞ്ഞ 6 മാസത്തിനിടെ അമേരിക്കൻ സർവകലാശാല ക്യാമ്പസുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. മാറിയ അന്തരീക്ഷത്തിൽ ജോലിയും അക്കാദമിക് ജോലിയും കൈകാര്യം ചെയ്യുന്നവർ, വിദ്യാഭ്യാസത്തിനായി സ്വയം പണം കണ്ടെത്തുന്നവർ എന്നിവർക്ക് ഇത് കൂടുതൽ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. 2024-ൽ US-ലേക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എത്തുന്ന ഏറ്റവും മികച്ച രാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു. ഒപ്പം 3,31,000-ത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടുത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ചേർന്നതായ കണക്കുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് പലരും ഒരു അനിശ്ചിതമായ ഭാവിയെ അഭിമുഖീകരിക്കുകയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ലോബിയിൽ നിന്ന് മെറിറ്റ് അധിഷ്ഠിത ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളായ H-1B, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നിവ നിയന്ത്രിക്കണമെന്ന ആഹ്വാനങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഇത് പ്രഖ്യാപിച്ചതോടെയാണ് US-ലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും അവിടെ പോയി പഠിക്കാൻ പദ്ധതിയിടുന്നവരും പ്രതിസന്ധിയിലായത്. കൂടാതെ ട്രംപ് ഭരണകൂടത്തിന്റെ ഇമിഗ്രേഷൻ നടപടികൾ നിയമവിരുദ്ധ കുടിയേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അനുസരണ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ നിരവധി വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഇക്കണോമിക് ടൈംസും സ്റ്റഡി ഫോർ കൺസൾട്ടന്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം US-ലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്രോതസ് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ നയത്തിലെ ഏതു മാറ്റവും ഭാവിയിലെ ആയിരക്കണക്കിന് അപേക്ഷകരെ ബാധിച്ചേക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ 2023-24 അധ്യയന വർഷത്തിൽ 3,31,602 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നിരുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 23% വർധനവാണ് കാണിക്കുന്നത്. കൂടാതെ ബിരുദാനന്തരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ US-ൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലെ പങ്കാളിത്തം 41% ഗണ്യമായി വർദ്ധിച്ചതായും വ്യക്തമാണ്. നിലവിൽ OPT പ്രോഗ്രാം തുടരുമെന്നാണ് പുതിയ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കൂടാതെ നിയമവിരുദ്ധ കുടിയേറ്റത്തിൽ വൻതോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ OPT-യിൽ ഒരു കുറവും ഉണ്ടാകില്ലെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതായി ചില മാധ്യമങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്.